അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കണം, ആശകൾ നിറവേറണം എന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു അത്ഭുത അമൽ നിങ്ങൾ ഇനി പറയുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. എത്ര വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള, പ്രയാസം നിറഞ്ഞിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങളുടേതെങ്കിലും റബ്ബ് നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ആ ഒരു കാര്യം കിട്ടേണ്ടത് അതിക്കും സുന്ദരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ആഗ്രഹത്തെ റബ്ബ് കൊണ്ടെത്തിച്ചു തരുന്ന മഹത്തായിട്ടുള്ള ഈ ഒരു അമൽ ഇൻഷാ അള്ളാ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. മുഴുവനായി കാണാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. ഇൻഷാ അള്ളാ അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. കാരണം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ് ഒരുപാട് ആളുകളുണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം, ഈ കാര്യങ്ങൾ അറിഞ്ഞു കിട്ടണം എന്നാഗ്രഹിച്ച് നടക്കുന്നവർ. അവർക്കൊക്കെ ഈ ഒരു അമൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കും അവർക്കും അതൊരു ഗുണമുള്ള കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അള്ളാ നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാവിധ ഹലാലായിട്ടുള്ള മുറാദുകളും ആഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. അപ്പോൾ ഏതാണ് ആ മഹത്തായിട്ടുള്ള കാര്യം എന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, അതിനൊന്നും കണക്കില്ല. നമ്മൾ എത്രത്തോളം അൽഹംദുലില്ല പറഞ്ഞാലും മതിയാകില്ല എന്ന് പറയല്ലോ, അത്തരത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും ചുരുങ്ങിയതൊരു 33 തവണയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. 33 തവണ, നമുക്ക് ഇഷ്ടമല്ല സ്വലാത്ത്, ഏത് സ്വലാത്തും ആകാം, 33 തവണ അത് ചൊല്ലാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കൂട്ടണമെന്നാണെങ്കിൽ ഒരു 100 തവണയ്ക്കാക്കാം, 101 തവണയാക്കാം, അതും അല്ലെങ്കിൽ 11 തവണയാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കാം. 11 സ്വലാത്തോ അല്ലെങ്കിൽ 33 സ്വലാത്തോ അതോ അല്ലെങ്കിൽ 100 സ്വലാത്തോ ഇത് ദിവസവും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്വലാത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനാകും. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സത്തിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക. എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരും. രോഗമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും ശാരീരിക ബുദ്ധിമുട്ടായിട്ടും മാനസിക ബുദ്ധിമുട്ടായിട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളെ, തടസ്സങ്ങളെ, കുടുക്കുകളെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ഈ ഒരു സ്വലാത്തിന് കഴിയും. നമ്മൾ പറയാറില്ല, തമാശക്ക് പോലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒന്നാണ് സ്വലാത്തെന്ന്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലവും അതിനനുസരിച്ച് ഇരട്ടിക്കും. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. ചെയ്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ഉത്തരം കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലും മിസ്സാക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോൾ ചിലപ്പോൾ ചില പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരും. അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റൂല. അത് കാരണം നമ്മൾ ഒരുപാട് ഇടങ്ങേറാകും, ഒരുപാട് കരഞ്ഞ് റബ്ബിനോട് പറയും, എൻ്റെ ഈ ഒരു ഇടങ്ങേറിനെ ജീവിതത്തിൽ നിന്ന് തട്ടി നീക്കി തരണേ എന്നൊക്കെ. അത്തരത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ 1% പ്രശ്നങ്ങളില്ലാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടാകില്ല. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം അകന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ആ ഒരു സ്വലാത്തിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വലാത്തൊക്കെ ചെല്ലതിന് ശേഷം ഏറ്റവും മഹത്വമുള്ള ഒരു ദിക്ർ, ഈ ഒരു ദിക്റിനെ കൂടെ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇതിന് എത്ര തവണയാണ് ചൊല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 തവണ നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 100 തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലണമെങ്കിൽ ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട, വളരെ കുറച്ച് സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യമാണ് ഏറ്റവും മഹത്വമുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തൊരു അമൽ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും മനസ്സിൽ ആദ്യം കടന്നു വരിക, ഞാൻ ഈ ഒരു അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ കാര്യം സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ 5 വക്ത് നിസ്കാരം ക്ലിയറായിട്ട് നിസ്കരിച്ചിട്ടില്ല, എൻ്റെ നിസ്കാരം ഒരുപാട് കളാ ഉണ്ട്,
എന്നിട്ട് ഇനി ഞാൻ ഇത്തരത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്ത എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കോ എന്നുള്ള സംശയം ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ സുന്നത്തുകളുണ്ടല്ലോ, സുന്നത്തുകളെ ഫർദ് നിസ്കാരത്തിനോടൊപ്പം തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഖളാ ആയിട്ടുള്ള നിസ്കാരങ്ങൾ കുറേയൊക്കെ നമുക്കറിയാം, കുറേ നമുക്ക് അറിയാത്തതായിട്ടുണ്ടാകും. അപ്പോൾ അറിയുന്ന ഖളാ ആയിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ പെട്ടെന്ന് ഖളാ വീട്ടാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. എന്നിട്ട് ഈ രീതിയിൽ റബ്ബ് സുബ്ഹാനഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ഇനി ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളാണ് ആയിട്ടുള്ളൊരാഗ്രഹമാണ് നല്ലൊരു ജോലി വേണം, എനിക്കെൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം, എനിക്കെൻ്റെ ഉമ്മാനി ഉപ്പാനി അവരുടെ കണ്ണീര് കാണാത്ത രീതിയിൽ ഹൈറായിട്ട് റാഹത്തായിട്ട് നോക്കണം, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും. അപ്പം അത്തരത്തിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെയൊക്കെ സഹായിക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും, വിവാഹം ശരിയാകാത്ത ഒരുപാട് സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യാം? ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ 11 സ്വലാത്തോ അല്ലെങ്കിൽ 33 സ്വലാത്തോ ഇത്തരത്തിൽ നമ്മൾ ചൊല്ലുക. അതിനുശേഷം നമ്മൾ ഡെയിലി ഇതൊരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്താലുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം എന്തെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ട് അത് ചെയ്യാതെ അത് കേട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾ പെടാതിരിക്കാം. ഈ ഒരു കാര്യം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു സ്വലാത്തിന് ഒരാഴ്ച നിങ്ങളൊന്ന് ഇങ്ങനെ തുടർച്ചയായി ചെയ്തു കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ള ഈ ഒരു ദിക്റിനെയും നിങ്ങൾ ഇത്തരത്തിൽ ഒരാഴ്ച കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഇതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വലിയ തടസ്സമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിലും അതിനെ റബ്ബ് മാറ്റിയിട്ട് അവിടെ സന്തോഷം നൽകും എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ ജീവിതം തളർത്തിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്ക് ലോണ്, പലിശ എന്നുള്ള ഒരു കാര്യം. ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. എത്രയൊക്കെ അതിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കിയാലും പിന്നെയും നമ്മൾ അതിക്ക് തന്നെ ചെന്ന് ചാടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടങ്ങേറായി ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ കഴിയുന്നവരാണ് നമ്മളിൽ പല ആളുകളും. അപ്പം അത്തരമുള്ള ആളുകളൊക്കെ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം അതും കൂടെ നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വലുതാണ്. ആരും തന്നെ മിസ്സാക്കാതിരിക്കുക. അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ഇതാണ് മഹത്തായിട്ടുള്ള ആയത്തുൽ കുർസി. ഈ ഒരു ആയത്തുൽ കുർസീനെ നിങ്ങൾ പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. അതെത്ര തവണയാണെന്നല്ല കേൾക്കേണ്ടത്, 7 തവണ ദിവസവും മുടങ്ങാതെ. നമ്മൾ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾ ഇത്തരത്തിൽ ഒരു 7 ആയത്തുൽ കുർസി മുടങ്ങാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഇത്തരത്തിൽ ചെയ്ത് നോക്കാം. ഒരുപാട് നിഅമത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കാണാൻ സാധിക്കും. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം സുന്ദരമായി തീരുന്നറിയില്ലേ, അത്തരത്തിൽ സംഭവിക്കും. ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കും ഇതിൻ്റെ ഒരു മഹത്വം എന്നുള്ളത്. ഞാനും ഇപ്പോൾ കുറച്ചായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ചിലതൊക്കെ നമ്മളിങ്ങനെ അത് ചെയ്തിട്ട് ഇങ്ങനെ ഉത്തരം കിട്ടിയേ എന്ന് വിചാരിച്ച് നിസ്സാരമായി കാണാറുണ്ട്. അത്തരത്തിൽ നിങ്ങളിതിനെ നിസ്സാരമായി കാണണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല എത്ര വലിയ കാര്യമാണെങ്കിലും നിങ്ങൾക്കതിനെ സാധിപ്പിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ മുറാദുകളൊക്കെ നേടിയെടുക്കാനുണ്ടാകും. അത്തരം ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു കാര്യം ഒരിക്കലും മിസ്സാക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക് എല്ലാവർക്കും ഈ ഒരു അറിവിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാനും കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം. അവസ്യത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.